Measures of inequality. Economic inequality is the unequal distribution of income and opportunity between different groups in society. അപ്പോൾ ഒരു രാജ്യത്തിൻ്റെയോ സൊസൈറ്റിയുടെ ആളുകൾക്കിടയിലേക്കുള്ള അൺഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റിയാണ് എക്കണോമിക് ഇൻഇക്വാളിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഒരു രാജ്യത്തിലെ ആളുകൾക്കിടയിലേക്കുള്ള അൺഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം ആൻഡ് ഓപ്പർച്യൂണിറ്റി, ഈ ഒരു സിറ്റുവേഷനാണ് എക്കണോമിക് ഇൻഇക്വാളിറ്റി. എക്കണോമിക് ഇൻഇക്വാളിറ്റി സംടൈംസ് റെഫർ ടു ആസ് ഇൻകം ഇൻഇക്വാളിറ്റി, വെൽത്ത് ഇൻഇക്വാളിറ്റി ഓർ വെൽത്ത് ഗ്യാപ്പ്. There are different measures of inequality like physical quality of life index, human development index, Lorenz curve, Kuznets hypothesis, etc. Let us discuss it in detail. In this section, we are going to discuss with the three different measures of inequality: Kuznets inverted U hypothesis, Lorenz curve, and Gini coefficient. First important measure of inequality is Kuznets ഇൻവേർട്ടഡ് യു ഹൈപ്പോത്തിസിസ്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യത്തെ ഇൻഇക്വാളിറ്റി മെഷർ എന്ന് പറയുന്നത് കുസ്നെറ്റ് ഇൻവേർട്ടഡ് യു ഹൈപ്പോത്തിസിസ് ആണ്. കുസ്നെറ്റിൻ്റെ ഇൻവേർട്ടഡ് യു ഹൈപ്പോത്തിസിസ് ഡിസ്കസ് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് എന്താണ് ഹൈപ്പോത്തിസിസ് എന്ന് നോക്കാം. ഹൈപ്പോത്തിസിസ് എ സപ്പോസിഷൻ ഓർ എക്സ്പ്ലനേഷൻ ദാറ്റ് ഈസ് പ്രൊവിഷണലി അക്സെപ്റ്റഡ് ഇൻ ഓർഡർ ടു ഇൻ്റർപ്രറ്റ് സർട്ടൻ ഈവൻറ്റ്സ് ഓർ ഫിനോമിന ആൻഡ് പ്രൊവൈഡ് ഗൈഡൻസ് ഫോർ ഫർദർ ഇൻവെസ്റ്റിഗേഷൻ. അപ്പോൾ ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത് ഒരു കൂട്ടം തിയറീസോ സ്റ്റേറ്റ്മെൻറ്റ്സോ എക്സ്പ്ലനേഷൻസോ ഒക്കെ ആകാം. അത് പ്രൊവിഷണലി അക്സെപ്റ്റ് ചെയ്തേക്കുന്നതാണ്. അതോടൊപ്പം തന്നെ ഇവയെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? പ്രത്യേക പ്രോസസ്സിനെയോ ഈവൻറ്റ്സിനെയോ ഒക്കെ ഇൻ്റർപ്രറ്റ് ചെയ്യാനും സാധിക്കും. അതോടൊപ്പം തന്നെ ഫർദർ ഗൈഡൻസിന് അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ യൂസ് ചെയ്യാനും സാധിക്കും എന്നുള്ളതാണ് ഹൈപ്പോത്തിസിൻ്റെ പ്രത്യേകത. Okay, അപ്പോൾ hypothesis is a supposition or explanation that is provisionally accepted in order to interpret certain events or phenomena and provide guidance for further investigation. Then Kuznets hypothesis. Professor Kuznets is the first economist to study economic growth and income inequality problem empirically. അപ്പോൾ പ്രൊഫസർ കുസ്നെറ്റ് ആണ് ആദ്യമായിട്ട് എക്കണോമിക് ഗ്രോത്ത് ആൻഡ് ഇൻകം ഇൻഇക്വാളിറ്റിയെ കുറിച്ചൊരു എംപിരിക്കലി സ്റ്റഡി നടത്തിയത്. ആ ഒരു സ്റ്റഡിയുടെ റിസൾട്ടാണ് കുസ്നെറ്റിൻ്റെ ഇൻവേർട്ടഡ് യു ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത്. ഓക്കെ, സൈമൺ കുസ്നെറ്റ് ഒബ്സർവ് ദാറ്റ് early stages of economic growth relative income inequality increases, stabilizes for a time and then decline in the later stages. അപ്പോൾ സൈമൺ കുസ്നെറ്റ് പറഞ്ഞത് ഒരു എക്കോണമിയുടെ ഗ്രോത്തിൻ്റെ ഏർലി സ്റ്റേജസിൽ ഇൻകം ഇൻഇക്വാളിറ്റി എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്തുകൊണ്ടേയിരിക്കും. ദെൻ അത് സ്റ്റെബിലൈസ് ചെയ്ത് കുറച്ച് കാലം നിൽക്കും. അത് കഴിഞ്ഞിട്ട് എക്കോണമിക് ഗ്രോത്തിൻ്റെ ലേറ്റർ സ്റ്റേജസിൽ ഇൻകം ഇൻഇക്വാളിറ്റി ഡിക്ലൈൻ ചെയ്യാനായിട്ട് തുടങ്ങും. അതായത് നമുക്കെല്ലാവർക്കും അറിയാം, ഒരു കൺട്രിയുടെ ഒരു ഡെവലപ്മെൻറ്റ് പ്രോസസ്സിൻ്റെ തുടക്കം ഇൻഡസ്ട്രിയലൈസേഷൻ ആൻഡ് മെക്കനൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ ഒക്കെ എന്ത് ചെയ്യാൻ തുടങ്ങും? കൂടുതലായിട്ട് വരുന്ന സമയത്ത് ഒരു നേഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സെൻറ്റർ എന്ന് പറയുന്നത് സിറ്റീസിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. അപ്പോൾ ആളുകൾ എന്ത് ചെയ്യും? ഇൻറ്റേർണൽ മൈഗ്രേഷൻ ഉണ്ടാകും. അവിടെ ഫാമേഴ്സ് കൂട്ടത്തോടെ കൂടുതൽ ജോബ്സിന് വേണ്ടിയിട്ടും ബെറ്റർ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്ങിനും വേണ്ടിയിട്ട് എന്ത് ചെയ്യും? ആളുകൾ കൂട്ടത്തോടെ സിറ്റീസിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ തുടങ്ങും. ഈ ഒരു സിറ്റുവേഷനിൽ എന്ത് ചെയ്യും? ഇൻഇക്വാളിറ്റി ഗ്യാപ്പ് എന്ന് പറയുന്നത് ഒരുപാട് കൂടും. അത് കഴിഞ്ഞ് ഒരു പ്രത്യേക സിറ്റുവേഷൻ കഴിഞ്ഞ് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മുടെ കൺട്രി എന്ന് പറയുന്നത് കൂടുതൽ ഡെവലപ്പ് ആവുകയും ഇൻഡസ്ട്രിയലൈസേഷൻ പ്രോസസ്സും ഡെമോക്രറ്റൈസേഷനും ഒക്കെ എന്ത് ചെയ്യും? നമ്മുടെ റൂറൽ ഏരിയാസിലേക്ക് എത്തുകയും ചെയ്യുന്ന ആ ഒരു സിറ്റുവേഷനിൽ എന്ത് സംഭവിക്കും? ആ കൺട്രി എന്ന് പറയുന്നത് വെൽഫെയർ സ്റ്റേറ്റ് ആയിട്ട് മാറും. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ പെർ ക്യാപിറ്റ ഇൻകം ഇൻക്രീസ് ചെയ്യുകയും നമ്മുടെ ഇൻകം ഇൻഇക്വാളിറ്റി എന്ന് പറയുന്നത് ലേറ്റർ സ്റ്റേജസ് ഓഫ് എക്കണോമിക് ഗ്രോത്തിൻ്റെ ഘട്ടമാകുമ്പോഴത്തേക്കും കുറയാൻ തുടങ്ങുകയും ചെയ്യും. ഇതാണ് സൈമൺ കുസ്നെറ്റ് തൻ്റെ ഇൻവേർട്ടഡ് യു ഹൈപ്പോത്തിസിസിലൂടെ വരച്ചു കാട്ടിയത്. ഓക്കെ, he put forward the hypothesis that relationship between national income and the degree of inequality in income distribution may be in the form of inverted U. ഈ ഒരു ഹൈപ്പോത്തിസിലൂടെ അദ്ദേഹം പറഞ്ഞത് എന്തൊക്കെ തമ്മിലുള്ള റിലേഷൻഷിപ്പാണ്? നാഷണൽ ഇൻകവും ഇൻഇക്വാളിറ്റി ഓഫ് ഇൻകവും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ്. അതിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഒരു ഇൻവേർട്ടഡ് യു ഷേപ്പാണ്. അതായത് ഇൻവേർട്ടഡ് യു ഷേപ്പ് എന്ന് പറയുമ്പോൾ ആദ്യമേ എന്ത് ചെയ്യും? ആ ഇൻഇക്വാളിറ്റി ഇൻക്രീസ് ചെയ്തുകൊണ്ടേയിരിക്കും. പിന്നെ അത് കഴിയുമ്പോൾ അതെന്ത് ചെയ്യും? കുറച്ച് കഴിഞ്ഞ് സ്റ്റെബിലൈസ് ചെയ്ത് നിൽക്കും. ഒരു പീക്ക് പോയിന്റ് കഴിയുമ്പോൾ അതെന്ത് ചെയ്യാൻ തുടങ്ങും? ഡിക്രീസ് ചെയ്യാനായിട്ട് തുടങ്ങും, ഡിക്ലൈൻ ചെയ്യാനായിട്ട് തുടങ്ങും. ഇതാണ് സൈമൺ കുസ്നെറ്റ് തൻ്റെ ഇൻവേർട്ടഡ് യു ഹൈപ്പോത്തിസിലൂടെ വരച്ചു കാട്ടിയത്. ഓക്കെ, Kuznets curve show an inverted U curve, although per capita income along x-axis and inequality in y-axis. കുസ്നെറ്റ് കർവിൻ്റെ എക്സ് ആക്സിസിൽ പെർ ക്യാപിറ്റ ഇൻകവും
വൈ ആക്സിസിൽ ഇൻഇക്വാളിറ്റിയുമാണ് മെഷർ ചെയ്യുന്നത്. അതിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഇൻവേർട്ടഡ് യു ഷേപ്പാണ്. ദ ഗ്രാഫ് ഷോ ഇൻകം ഇൻഇക്വാളിറ്റി ഫസ്റ്റ് ഇൻക്രീസസ് ആൻഡ് ബിഫോർ ഡിക്രീസസ് ആഫ്റ്റർ ഹിറ്റിംഗ് എ പീക്ക്. അപ്പോൾ ഈ ഗ്രാഫ് എന്താ പറയുന്നത്, ഇൻകം ഇൻഇക്വാളിറ്റി ആദ്യം ഇൻക്രീസ് ചെയ്യും, ദെൻ അതൊരു മാക്സിമം പോയിന്റിൽ എത്തിക്കഴിയുമ്പോൾ, ഒരു ടേണിംഗ് പോയിന്റിൽ എത്തിക്കഴിയുമ്പോൾ എന്ത് ചെയ്യാൻ തുടങ്ങും, അത് ഡിക്രീസ് ചെയ്യാനായിട്ട് തുടങ്ങും. ആസ് പെർ ക്യാപിറ്റ ഇൻകം ഇൻക്രീസസ് ഓവർ ദ കോഴ്സ് ഓഫ് എക്കണോമിക് ഡെവലപ്മെൻറ്റ്. കാരണം എന്താണ്, എക്കണോമിക് ഡെവലപ്മെൻറ്റ് ആ ഒരു സ്റ്റേജ് കൂടുന്നതിനനുസരിച്ച്, ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് പെർ ക്യാപിറ്റ ഇൻകം ഇൻക്രീസ് ചെയ്യും. അപ്പോൾ എന്ത് സംഭവിക്കും, ഇൻകം ഇൻഇക്വാളിറ്റി കുറഞ്ഞു വരും. സോ Kuznets curve shows the relationship between per capita national income and degree of inequality in income distribution. Okay. Criticism of Kuznets hypothesis. First one, Kuznets hypothesis and its resulting graphical representation is based on the countries used in Kuznets data set. അപ്പോൾ കുസ്നെറ്റിൻ്റെ ഹൈപ്പോത്തിസിസ് കൺസ്ട്രക്ട് ചെയ്തേക്കുന്നത് കുസ്നെറ്റ് എടുത്തേക്കുന്ന രാജ്യങ്ങളുടെ ഡേറ്റ മാത്രം ബേസ് ചെയ്തുകൊണ്ടാണ്. കുസ്നെറ്റ് 20% റിച്ചസ്റ്റ് കൺട്രീസിൽ നിന്നും 60% പുവറസ്റ്റ് കൺട്രീസിൽ നിന്നുമുള്ള ഡേറ്റാസാണ് എന്ത് ചെയ്തത്, അദ്ദേഹത്തിൻ്റെ കൺസ്ട്രക്ഷന് വേണ്ടിയിട്ട്, അദ്ദേഹത്തിൻ്റെ ഹൈപ്പോത്തിസിസ് കൺസ്ട്രക്ഷന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബാക്കി കൺട്രീസിനെ ഒന്നും അദ്ദേഹം, അല്ലെങ്കിൽ അവിടുത്തെ സിറ്റുവേഷൻസ് ഒന്നും അദ്ദേഹം എന്ത് ചെയ്തില്ല, പരിഗണിച്ചിട്ടില്ല എന്നുള്ളത് കുസ്നെറ്റ് ഹൈപ്പോത്തിസിൻ്റെ ഒരു വലിയൊരു ക്രിറ്റിസിസമാണ്. Then Kuznets curve does not reflect an average progression of economic development for an individual country. അദ്ദേഹം ഈ ഒരു കൺട്രിയുടെ, ഒരു ഇൻഡിവിജ്വൽ കൺട്രിയുടെ എക്കണോമിക് ഡെവലപ്മെൻറ്റിൻ്റെ ആവറേജ് പ്രോഗ്രഷനെ കുറിച്ച് എന്ത് ചെയ്യുന്നില്ല, ഈ ഒരു കർവിനകത്ത് റിഫ്ലക്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട ക്രിറ്റിസിസമാണ്. ഓക്കെ. Second important measure of inequality is Lorenz curve. Lorenz curve was developed by American economist Max Lorenz in 1905. It is a diagrammatical representation of inequality measurement. അപ്പോൾ ഇൻഇക്വാളിറ്റി മെഷർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഡയഗ്രാമാറ്റിക്കൽ റെപ്രസെൻറ്റേഷനാണ് ലോറൻസ് കർവ് എന്ന് പറയുന്നത്. ഇറ്റ് വാസ് ഡെവലപ്ഡ് ബൈ അമേരിക്കൻ എക്കണോമിസ്റ്റ് മാക്സ് ലോറൻസ് ഇൻ 1905. It is the graphical representation of distribution of wealth among the people in a country, and it helps in the analysis of personal income and construction of their statistics. അപ്പോൾ ഈ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനിലൂടെ ആളുകൾക്കിടയിലുള്ള, അല്ലെങ്കിൽ കൺട്രീസിലെ ആളുകൾക്കിടയിലുള്ള ഒരു വെൽത്തിൻ്റെ ഡിസ്ട്രിബ്യൂഷനാണ് ലോറൻസ് കർവ് വരച്ച് കാട്ടുന്നത്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് കൺസ്ട്രക്ഷന് വേണ്ടിയിട്ട് പേഴ്സണൽ ഇൻകം അനലൈസ് ചെയ്യുന്നുമുണ്ട്. അപ്പോൾ ഇറ്റ് ഹെൽപ്പ് ഇൻ ദ അനാലിസിസ് ഓഫ് പേഴ്സണൽ ഇൻകം ആൻഡ് കൺസ്ട്രക്ഷൻ ഓഫ് ദെയർ സ്റ്റാറ്റിസ്റ്റിക്സ്. നമുക്ക് ലോറൻസ് കർവ് നോക്കിയാൽ അതിനകത്ത് ഒരു ഇക്വാളിറ്റി ലൈൻ ഉണ്ടാകും. ആ ഇക്വാളിറ്റി ലൈൻ എന്താണ് പറയുന്നത്, ആളുകളെല്ലാം ഒരേ ടൈപ്പ് ഇൻകമാണ് പെർസീവ് ചെയ്യുന്നതെന്നാണ് ഇക്വാളിറ്റി ലൈൻ പറയുന്നത്. എന്നാൽ ലോറൻസ് കർവ് എന്ന് പറയുന്നത് അതിൽ നിന്ന് ഷിഫ്റ്റ് ചെയ്ത് വരുന്ന ഒരു ലൈനാണ്. ആ കർവിനകത്ത് പറയുന്നത് ആളുകൾ പല ടൈപ്പ് ഇൻകം പെർസീവ് ചെയ്യുന്നു എന്നാണ്. അപ്പോൾ അതിനകത്ത് ഡെവലപ്ഡ് കൺട്രീസും അണ്ടർ ഡെവലപ്ഡ് കൺട്രീസും കമ്പയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ഡെവലപ്ഡ് കൺട്രീസ് ആയിരിക്കും ഏറ്റവും കൂടുതൽ ഇൻകം പെർസീവ് ചെയ്യുന്നത്. വളരെ കുറച്ച് ഇൻകം മാത്രമേ അണ്ടർ ഡെവലപ്ഡ് കൺട്രീസിലേക്ക് എത്തുന്നുള്ളതാണ്. എന്നാൽ രാജ്യത്തിനകത്തുള്ള ആളുകൾക്കിടയിലേക്ക് വന്നാൽ നമുക്കറിയാം, വളരെ കുറച്ച് ആളുകൾക്കിടയിലേക്ക് കൂടുതൽ ഇൻകം കോൺസെൻട്രേറ്റ് ചെയ്യുന്നതും ബാക്കിയുള്ള ആളുകൾക്കിടയിലേക്ക് വളരെ കുറച്ച് ഇൻകം മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനാണ് ലോറൻസ് കർവ് ഡയഗ്രാമാറ്റിക്കലി റെപ്രസെൻറ്റ് ചെയ്തത്. ഓക്കെ. ഡയഗ്രാമാറ്റിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ലോറൻസ് കർവ്. In the figure depicts percentage of income recipients on x-axis and percentage of income on y-axis, which shows share of total income received by each percentage of population. അപ്പോൾ ഈ ഫിഗറിൻ്റെ x-axisൽ ക്യുമുലേറ്റീവ് പെർസെൻറ്റേജ് ഓഫ് ഇൻകം റെസിപ്പിയൻസും y-axisൽ ക്യുമുലേറ്റീവ് പെർസെൻറ്റേജ് ഓഫ് ഇൻകവുമാണ് ഷോ ചെയ്യുന്നത്. The 45-degree upward line indicates the equality distribution and the below curve indicates the Lorenz curve. അപ്പോൾ ഇതിലെ 45-degree ലൈൻ ഷോ ചെയ്യുന്നത് ലൈൻ ഓഫ് ഇക്വാളിറ്റിയും അതിന് താഴെയുള്ള ലൈൻ എന്ന് പറയുന്നത് ലോറൻസ് കർവും ആണ്. ദ എക്സിസ്റ്റൻസ് ഓഫ് ഇൻഇക്വാളിറ്റി ഈസ് ഈക്വൽ ടു ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ലോറൻസ് കർവ് ആൻഡ് ദ ഇക്വാളിറ്റി ഡിസ്ട്രിബ്യൂഷൻ ലൈൻ. അപ്പോൾ ഈ ഓരോ എക്കോണമിയിലെയും ഇക്വാളിറ്റി മെഷർ ചെയ്യുന്നത് ഈ ലൈൻ ഓഫ് ഇക്വാളിറ്റിയും ലോറൻസ് കർവും തമ്മിലുള്ള ഡിസ്റ്റൻസിൻ്റെ ബേസിലാണ്. അപ്പോൾ ലൈൻ ഓഫ് ഇക്വാളിറ്റിയും ലോറൻസ് കർവും തമ്മിൽ ഡിസ്റ്റൻസ് കൂടുതലാണെങ്കിൽ നമ്മൾ ഇൻഇക്വാളിറ്റി കൂടുതലാണെന്നും, ഈ ഒരു ഡിസ്റ്റൻസ് കുറവാണെങ്കിൽ നമ്മൾ ഇൻഇക്വാളിറ്റി കുറവാണെന്നും പറയും. Okay. Gini coefficient is another important measure of inequality. It is also called Gini index or Gini ratio. അപ്പോൾ ഗിനി കോയഫിഷ്യൻ്റ് ആണ് മറ്റൊരു ടൈപ്പ് മെഷർ ഓഫ് ഇൻഇക്വാളിറ്റി. ഇതിനെ ഗിനി ഇൻഡെക്സ് എന്നും ഗിനി റേഷ്യോ എന്നും ഒക്കെ വിശേഷിപ്പിക്കാറുണ്ട്. ഇറ്റ് വാസ് ഡെവലപ്ഡ് ബൈ കൊറാഡോ ഗിനി ആസ് എ സമ്മറി മെഷർ ഓഫ് ഇൻകം ഇൻഇക്വാളിറ്റി ഇൻ സൊസൈറ്റി. അപ്പോൾ സൊസൈറ്റിയിലെ ആളുകൾക്കിടയിലുള്ള ഇൻകം ഇൻഇക്വാളിറ്റി മെഷർ ചെയ്യാനായിട്ട് കൊറാഡോ ഗിനി ഡെവലപ്പ് ചെയ്ത ഒന്നാണ് ഗിനി കോയഫിഷ്യൻ്റ് എന്ന് പറയുന്നത്.
ഇറ്റ് ഈസ് യൂഷ്വലി അസോസിയേറ്റഡ് വിത്ത് ദ ലോറൻസ് കർവ് ഇൻകം കോൺസെൻട്രേഷൻ. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ലോറൻസ് കർവിൻ്റെ ഇൻകം കോൺസെൻട്രേഷനുമായിട്ട് വളരെയധികം അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന ഒന്നാണ് ഗിനി കോഎഫിഷ്യൻ്റ് റേഷ്യോയും. ഓക്കെ, Gini coefficient is defined as a ratio with values between 0 and 1. Gini coefficient can vary from 0 means perfect equality to 1 means perfect inequality. അപ്പോൾ ഗിനി കോഎഫിഷ്യൻ്റ് റേഷ്യോ എന്ന് പറഞ്ഞാൽ 0ക്കും 1നും ഇടയിലുള്ള വാല്യൂസാണ്. ഇതിൽ 0 എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ് ഇക്വാളിറ്റിയും 1 എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ് ഇൻഇക്വാളിറ്റിയുമാണ് കാണിക്കുന്നത്. പെർഫെക്റ്റ് ഇൻഇക്വാളിറ്റി എന്ന് പറഞ്ഞാൽ എല്ലാ ആളുകളും ഒരേ ടൈപ്പ് ഇൻകം പെർസീവ് ചെയ്യുന്നു എന്നാണ് മീനിങ്. എന്നാൽ പെർഫെക്റ്റ് ഇൻഇക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ആളുകൾക്കിടയിൽ പല ടൈപ്പ് ഇൻകം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്നു എന്ന്. ഓക്കെ, 0 മീൻസ് പെർഫെക്റ്റ് ഇക്വാളിറ്റി ആൻഡ് 1 മീൻസ് പെർഫെക്റ്റ് ഇൻഇക്വാളിറ്റി.